ഹലോ പാരൻസ്, എല്ലാ പാരൻസും എക്സാം ടെൻഷനിലായിരിക്കും. ഇതിലും വലിയ ടെൻഷനാണ് ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത്. ഏപ്രിൽ മെയ് അവധി. ഈ അവധിക്കാലം എന്ത് ചെയ്യുന്ന ആലോചിച്ചായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. വെൽക്കം ടു ബാക്ക്യാർഡ് അക്കാഡമി. വി ഹാവ് ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ഫോർ യു. കൊച്ചിയിൽ തന്നെ ഏറ്റവും വലിയ സമ്മർ ക്യാമ്പാണ് ഞങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. ബാക്ക്യാർഡ് സമ്മർ സ്പ്ലാഷ് 2025. ഇത് ഞങ്ങളുടെ 5ാമത്തെ എഡിഷനാണ്. എല്ലാ വർഷവും ഒരു പറ്റം, അതായത് വി പ്രൊവൈഡ് എ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റീസ്. അത് കുറച്ച് പേർക്കെങ്കിലും അറിയാം. വാട്ട് ഈസ് ബാക്ക്യാർഡ്? ബാക്ക്യാർഡ് എന്ന് പറയുന്ന സ്ഥാപനം കങ്ങരപ്പടിയിൽ 6 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ബാക്ക്യാർഡ് സമ്മർ ക്യാമ്പ് നമ്മൾ തുടങ്ങുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് സമ്മറിൽ ഏതെങ്കിലും റൂമിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്ത് ഡ്രോയിങ് ക്ലാസ്, പെയിന്റിംഗ് ക്ലാസ് ഇതിൽ ഒതുങ്ങിയിരുന്നു നമ്മുടെ സമ്മർ ക്യാമ്പുകൾ. അതേസമയം ഈ കുട്ടികൾക്ക് നമ്മുടെ പണ്ടത്തെ 90കളിലെയോ 80കളിലെയോ നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു വിധത്തിലുള്ള സൗകര്യങ്ങളോ എക്സ്പോഷറോ ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതായത് പാടത്തും പറമ്പിലും പോയി കളിക്കുക, മാങ്ങ എറിയുക, കല്ലെറിയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരാനുള്ള സാഹചര്യം നമ്മുടെ ഇപ്പോഴത്തെ ഈ അർബൻ സെക്ടറിലുള്ള മോഡേൺ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇതൊരു വലിയ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാണെന്ന് നമുക്ക് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ സമ്മർ ക്യാമ്പ് ആ രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ബാക്ക്യാർഡിലെ സമ്മർ ക്യാമ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ, സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട്സ് ഫ്രം ഏപ്രിൽ ആൻഡ് എൻഡ്സ് ലാസ്റ്റ് ഓഫ് മെയ്. ഏപ്രിലും മെയിലും രണ്ട് ക്യാമ്പായിട്ടാണ് നമ്മൾ നടത്തുക. ഏപ്രിൽ ക്യാമ്പിൻ്റെ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 7 to ഈവനിങ് 6 ആണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരിക. മോർണിംഗിൽ നമുക്ക് 2 ബാച്ച് സ്വിമ്മിംഗ് ഉണ്ടാവും. അതിന് പാരലായിട്ട് ഒരു ബാച്ച് ഫുട്ബോൾ ഉണ്ടാവും. അതിനുശേഷമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി വരുന്നത് നമ്മുടെ ലൈഫ് സ്കിൽ പ്രോഗ്രാം. ഈ ലൈഫ് സ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മിസ് ചെയ്യുന്നതും എന്നാൽ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നാണ് ലൈഫ് സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ്, പബ്ലിക് സ്പീക്കിംഗ്, എങ്ങനെ പുതിയ ആളെ മീറ്റ് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക, ചെറിയ രീതിയിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവരുടെ സോഫ്റ്റ് സ്കില്ലിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുക. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ബ്രിക്ക് ലേയിങ് കോഴ്സ്, അതായത് കട്ടപണി, മേസ്തിരിപ്പണി പോലത്തുള്ള പണികളുടെ ചെറിയ ഇൻട്രൊഡക്ഷൻ, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് ഇപ്പോൾ സ്കൂളിൽ മില്ലിമീറ്റർ കൺവേർഷൻ, ഡെസിമീറ്റർ കൺവേർഷൻ, ലിറ്റർ ടു മില്ലി ലിറ്റർ, ഇതെല്ലാം പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ടേപ്പ് എടുത്തൊരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അളക്കാനോ പിടിക്കാനോ ഒന്നും ഈ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആണ് നമ്മളിവിടെ കൊടുക്കുക. അതായത് നമ്മുടെ ക്യാമ്പസിനകത്ത് ഒരു ഏരിയ തിരിച്ചിട്ട് ആ കുട്ടികളെ കൊണ്ട് മെഷർ ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് അതിൻ്റെ ഒരു പ്ലാൻ വരപ്പിക്കുക. അതേപോലെ തന്നെ ഫയർലെസ് കുക്കിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി, ഇപ്പോൾ ഒരു എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ ഹെൽത്ത് സേഫ്റ്റിയുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഈ ക്യാമ്പ് ക്ലോസ് ചെയ്യുന്നത് അഡ്വഞ്ചർ സ്പോർട്സ് വെച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്കിവിടെ ഒരു വുഡ് ഏരിയ ഉണ്ട്. അവിടെ റോപ്പ് ക്ലൈമ്പിംഗ്, റോപ്പ് ബ്രിഡ്ജസ്, ഇങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഒരു അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അഡ്വഞ്ചർ സ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടി അവൻ്റെ ഫിയർ കോൺകർ ചെയ്യാൻ പഠിക്കുന്നത്. കോൺകറിങ് ഫിയർ. ഈ കോൺകറിങ് ഫിയർ ചെയ്യുമ്പോഴാണ് ആ കുട്ടിയുടെ ബൗണ്ടറി ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ കംഫർട്ട് സോൺ ക്രോസ് ചെയ്യുക. ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി ലാസ്റ്റിംഗ് എഫക്റ്റ് ഓൺ ദ കിഡ് ആൻഡ് ദർ ക്യാരക്ടർ. അതായത് അവൻ്റെ അവന് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവനൊരു ബൗണ്ടറി ഇല്ല, അവൻ എന്തും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആ കുട്ടിക്ക് കിട്ടുവാണ് ഈ അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യുമ്പോൾ. ഇതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം 2 to 4 വരെ നമുക്ക് ഒരു കോമ്പിനേഷൻ ആക്ടിവിറ്റീസ് ആണ്. വി പ്രൊവൈഡ് ജിംനാസ്റ്റിക്സ്, MMA ആൻഡ് തൈക്കോണ്ടോ. അതിന് പാരലായിട്ട് വി ഓൾസോ ഹാവ് ചെസ് ആൻഡ് ഫ്രീ സ്റ്റൈൽ ഡാൻസ്. വൈകുന്നേരങ്ങളിൽ ഈവനിങ് വി വൈൻഡ് ദ ക്യാമ്പ് വിത്ത് അഗെയിൻ എ ഫുട്ബോൾ സെഷൻ ആൻഡ് 2 batches ഓഫ് സ്വിമ്മിംഗ്. ബാക്ക്യാർഡ് സ്ഥിതി ചെയ്തിരിക്കുന്നത് കങ്ങരപ്പടിയിലാണ്. നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസ് ഉണ്ട്. 5 കിലോമീറ്റർ ചുറ്റളവിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ ബന്ധപ്പെടാം. നമുക്ക് സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട്, ഇതിലൂടെയും ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മളെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പാരൻസിനും എല്ലാ കുട്ടികൾക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. അത് കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് വരിക, നമുക്കിവിടെ അടിച്ചു പൊളിക്കും. ദ ബാക്ക്യാർഡ് അക്കാഡമി സമ്മർ സ്പ്ലാഷ് 2025.